നമുക്കൊരു ഹൈ പ്രോട്ടീൻ സാലഡ് ഉണ്ടാക്കാം. ഡിന്നർ റെസിപ്പി ആയിട്ടോ ലഞ്ചിലോ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പം ഒരാൾക്കുള്ള ഒരു പോർഷനാണ് ഞാൻ കാണിക്കുന്നതിന്. അതിനായിട്ട് ആപ്പിള്, ക്യാപ്സിക്കം, കുക്കുംബർ, ഒരു ലെമണ്, നമ്മുടെ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത്, ഉള്ളി, പിന്നെ ഒരു പോർഷന് വേണ്ടിയിട്ട് ഒരു കപ്പ് രാജ്മ കുക്ക് ചെയ്തതിന് ശേഷം എടുത്തു വെച്ചതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ബൈറ്റ്സ് കിട്ടാൻ വേണ്ടി കുറച്ച് റൈസൻസും ആഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പ്രോസസ്സ്, ഉള്ളിയിലോട്ട് ഞാൻ ആപ്പിൾ സിഡർ വിനേഗറാണ് ഇവിടെ യൂസ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞെരടി യോജിപ്പിച്ചതിന് ശേഷം അതങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ രാജ്മ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് നമ്മുടെ മിക്സ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ചേർക്കുക. അപ്പോൾ ഒരു സെർവിങ്ങിനാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആപ്പിള് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മാറ്റാം കേട്ടോ. പിന്നെ ക്യാപ്സിക്കം, കുക്കുംബർ, പിന്നെ അതേപോലെ തന്നെ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഓണിയൻ, അതൊരു ചെറിയൊരു പിങ്ക് ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ടാകും, അതും ചേർത്ത്. പിന്നെ നമ്മൾ അതിലോട്ടേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ്. പിന്നെ നമ്മുടെ നട്ട്സ് ആഡ് ചെയ്യാം. നട്ട്സ് നമുക്ക് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ക്രഷ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ആ ചെറിയ ചെറിയ ബൈറ്റ്സ് കിട്ടും. ഇതിൽ നമുക്ക് സോക്ക് ചെയ്ത ആൽമണ്ട്സ് ഒരു 10 എണ്ണം ചേർത്താലും നല്ലതാണ് കേട്ടോ. അതാണ് ഒരു ഫില്ലിംഗ് ആയിട്ട് വരും. പിന്നെ വെള്ള എള്ളാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. വെള്ള എള്ള് വളരെ നല്ലതാണ്. അപ്പം ഇത് നമുക്കൊരു ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ കുരുമുളക്, ഉപ്പ്, പിന്നെന്താ, ഇതൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റുക, കഴിക്കാം. ഇത് ശരിക്ക് ഒരാൾക്ക് നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പിയാണ്. ശരിക്ക് കഴിക്കുമ്പം എല്ലാ ടേസ്റ്റും നമുക്ക് കിട്ടും. എരിവുണ്ടാവും, പുളി ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ബൈറ്റ്സ് കിട്ടുന്നുണ്ട്. അതും ഭയങ്കര കുറേ സമയത്തേക്ക് നമ്മുടെ വയറിൽ നല്ലൊരു ഫീലുള്ള അടിപൊളി സാലഡ് റെസിപ്പിയാണ്. മസ്റ്റ് ട്രൈ. ഓക്കെ, താങ്ക് യു.